ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശു എന്ന് പറഞ്ഞ നാമത്തിലേ സർവ്വ നന്മ ലോകത്തുണ്ടാവുകയുള്ളൂ. അതാണ് ലോകത്തിൻ്റെ ഒരേ ഒരു മഹാത്ഭുതം. ലോകത്തിൻ്റെ ചരിത്ര പുരുഷൻ, ഒരേ ഒരു ദൈവം ലോകത്തിൽ. ഞാനാണ് പിതാവിൻ്റെ, എന്നെ കൂടാതെ ആരും പിതാവിലെത്തില്ല, ഞാനാണ് പിതാവിലേക്കുള്ള വഴി കാണിക്കാൻ വന്നതെന്ന് ലോകത്ത് പറഞ്ഞേക്കണ ഒരേ ഒരാളേ ഉള്ളൂ. അത് യേശുക്രിസ്തുവാണ്. അതാണല്ലോ അപ്പോൾ ദൈവം. ആ യേശുവിൻ്റെ നാമത്തിലേ സർവ്വനന്മ. അത് നമ്മുടെ യേശു എന്ന് പറയുമ്പോൾ വചനമാണ്. വചനം പാലിക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടർ നന്നാകും. അപ്പം നമുക്ക് സർവ്വ നന്മ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ മാറിയാലേ നമ്മുടെ ജീവിതം മാറുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ 916 ആണ്. കുഞ്ഞിക്കുടാപ്പയക്കടെ കമ്മലുകളാണ്. ഇത് 2900 ഉൾപ്പെടെ ഇത്രയും വിലയുള്ളപ്പോൾ ഈ കമ്മലുകൾക്കൊക്കെ അത്രയും വിലയുള്ളൂ കേട്ടോ. ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരു ഗുണേ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് ഓരോന്നും കണ്ടോ, കുഞ്ഞു ജിമുക്കുകളും ഇതൊക്കെ കണ്ട് എന്ത് രസമല്ലേ. കുഞ്ഞു ജിമുക്കയുടെയൊക്കെ കുഞ്ഞ് ജിമുക്ക കാണാനൂടെ ഇല്ല. അതുപോലെ ഇതേ കുഞ്ഞിക്കുട, ഇത് അടിപൊളി. ഇത് പക്ഷേ എൻ്റെ പ്രായമുള്ളവർ ഇട്ടേക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ കമ്മല് എൻ്റെ പ്രായത്തിലുള്ളവർ ഈ കമ്മലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജിമുക്ക ഇതേ സെയിം ഞാനിത് ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനത്തെ വലിയവർക്കും ഇടാം കേട്ടോ. കുഞ്ഞു ജിമുക്ക, ഇത് ഇങ്ങനെ പിള്ളേർക്ക് തന്നെ ഇടണമെന്നില്ല, ഇത് വലിയവർക്കും ഇടാവുന്നതാണ്. ഒരു ജിമുക്ക ഇങ്ങനെ അറ്റത്തുണ്ടെന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒത്തിരി വെറൈറ്റി കമ്മലുകൾ നമുക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ സമ്മാനമൊക്കെ കൊടുക്കുക, പിള്ളേർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ്, പിള്ളേരുണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ സ്വർണ്ണമൊക്കെ കൊടുത്താലേ ആൺകുട്ടിയൊക്കെ ആണെങ്കിലും പെൺകുട്ടിയൊക്കെ ആണെങ്കിലും ഒരു ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് അവർക്ക് പ്രയോജനപ്പെടും. അല്ല, ഡ്രസ്സൊക്കെ ആണെങ്കിൽ അതേ പൗലോനൊക്കെ കിട്ടിയ ഡ്രസ്സൊന്നും അവന് പാകല, ഒത്തിരി കാലം കഴിഞ്ഞുള്ളതും അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്കത് പിന്നെ വേറെ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കും. ഇങ്ങനെ പാസ് ചെയ്ത് പോകണേ, അല്ലാണ്ട് ആരും ഓർണില്ല. ടോയ്സ് ആയാലും ഒരേപോലത്തെ ഒത്തിരി ടോയ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ അത് അവർക്ക് വലിയ സന്തോഷമായിരിക്കും, വിലയേറിയതുമാകും, അപ്പോൾ പ്രയോജനപ്പെടുകയും ചെയ്യും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഗിഫ്റ്റ് മേടിക്കാനൊക്കെ വരിക. വളകളും എല്ലാം ഉണ്ട് കേട്ടോ. ബേബി ബാംഗിൾസ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. ആ പിള്ളേരുടെ കൈ ചെയിനുകൾ മുതലും എല്ലാം ഉണ്ട്. ഗിഫ്റ്റിന് പിള്ളേർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റിൻ്റെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഞാനിങ്ങനെ ഒരു ബോക്സ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ. ഒത്തിരി വെറൈറ്റി ഉണ്ട്. പിന്നെ അതിമനോഹരമായ 2 സ്കീമുണ്ട്. സ്കീമിൽ കൂടുക, അത് നമുക്ക്, ഞാൻ പറഞ്ഞില്ല, അത് ദൈവം അനുഗ്രഹമാക്കി മാറ്റും. നമ്മളിപ്പോൾ ഒരു ചിട്ടി അല്ലാത്തതൊക്കെ ചിട്ടിയൊക്കെ കൂടി തുടങ്ങിയപ്പോഴാണ് കേട്ടോ എനിക്കൊരു സേവിങ്സ് ഉണ്ടായത്. കാരണം നമുക്ക് എല്ലാ മാസവും കറക്റ്റ് ചിട്ടിക്ക് അടയ്ക്കുമ്പോൾ നമ്മളത് മുടങ്ങാണ്ട് അടച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര 1 ലക്ഷം രൂപ കിട്ടിയാൽ എനിക്ക് ചിലവായി പോകുന്നതിന് ഒരു ഇത് ഇല്ല, കണക്കൂല. അപ്പം നമ്മളത് ഫിക്സഡായിട്ട് കൃത്യമായിട്ട് അതിടുമ്പോൾ നമ്മളത് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ചിട്ടി കൂടുന്നേക്കാളും ബെനിഫിറ്റ് ചെയ്ത് ചിട്ടിക്ക് ഒരു 14% ഇതൊക്കെ ഉള്ളൂ. 2 വർഷത്തെ ചിട്ടിക്ക് പ്രോഫിറ്റ് ഉള്ളൂ. ഇത് 1 വർഷത്തിന് മുമ്പ് 11 മാസം കൊണ്ട് ഇപ്പോൾ 30% കൂടുതൽ വർധനമായി. ഇപ്പം നിലവിൽ ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് ലിക്വിഡ് അസറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വർണ്ണത്തിലുള്ള നിക്ഷേപമാണ്. ഇപ്പം നിങ്ങൾ ഓർക്കാം, ബാങ്കിൽ നിന്നൊക്കെ പേപ്പറിലുള്ള ഷെയർ ഇത് മേടിച്ചാൽ പോരെ, മ്യൂച്വൽ ഫണ്ട് പോലെ അങ്ങനെയൊക്കെ ഷെയർ മേടിച്ചാൽ പോരെ. നമുക്കതൊക്കെ നമ്മൾ ഇച്ചിരി നേരം കഴിയുമ്പോൾ വിറ്റ് തീർക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇതാകുമ്പോൾ നമ്മൾ ഇടണ ആഭരണം ആകുമ്പോൾ നമ്മൾ ഇടുമ്പോൾ നമുക്ക് അതിമനോഹരമായിട്ട് തോന്നുമ്പോൾ നമ്മളത് പണയം വയ്ക്കും, അല്ലാണ്ട് വിറ്റ് കളയില്ല. സ്വർണ്ണത്തിന്, ആഭരണത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കേരളവും ഇന്ത്യയൊക്കെ പിടിച്ചു നിന്ന് ഈ കൊറോണ കാലത്തും അത്യാവശ്യം നമ്മളൊരു അത്യന്താപേക്ഷിതമാകുമ്പോൾ മാത്രമല്ലേ എല്ലാവരും സ്വർണ്ണം വിൽക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ ഒരു ലിക്വിഡ് അസറ്റ് പെട്ടെന്ന് വിറ്റ് കഴിയും. ഒരു സ്ഥലം വിൽക്കണമെങ്കിലോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തുമാത്രം കഷ്ടപ്പാടാണ്. അപ്പം നിങ്ങൾ ഓർക്ക്, അപ്പോൾ ഒരു സ്കീമിൽ കൂടുക. പല പല നിക്ഷേപങ്ങൾ നമുക്ക് വേണം. നമ്മൾ ഒരു കാലത്തും ആരുടെയും മുമ്പിൽ കൈ നീട്ടരുത്. മക്കളെ കെട്ടിച്ചു വിട്ടെങ്കിൽ മക്കൾ പൊക്കോട്ടെ, നമുക്കിടാമല്ലോ. നിങ്ങളൊരു സ്കീം കൂടെ. ഇനി നമ്മൾ ജീവിക്കണ്ടേ? 11 മാസം കണ്ണടച്ച് നോക്കുമ്പോൾ തീരും. കുറേ ആഭരണങ്ങളൊക്കെ എടുക്കുക, ആവശ്യമുള്ളപ്പോൾ വിൽക്കുക, നമ്മൾ അടിച്ചു പൊളിക്കുക ഇങ്ങനെ. അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കണ്ടുകൊണ്ട്, പിന്നെ ഇവിടെ ഓൺലൈൻ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നെടുക്കണതും ഓൺലൈനിൽ കൂടി എടുക്കണതും സെയിം റേറ്റ് ആയിരിക്കും. അതുകൂടാണ്ട് പിന്നെ സൺഡേ കട ഓപ്പൺ ആയിരിക്കും. അപ്പം നിങ്ങളുടെ സഹകരണം, അതുകൊണ്ടാലും നമ്മൾ രേവതി വെഡ്ഡിങ് കളക്ഷൻ പിടിച്ചു നിൽക്കുന്നതെല്ലാം അതിൽ നിങ്ങൾക്കിടെ ഇതിലും ആ സഹകരണം എല്ലാം വേണം. അപ്പോൾ എല്ലാവരും രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക. ഒത്തിരി വെറൈറ്റി ഉണ്ട്. അപ്പോൾ ശരി എന്നാൽ.